ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കുബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടണം. ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഈസ്റ്റ് ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 15 മിനിറ്റ് അത് മാറ്റി വയ്ക്കണം. ഞാനിവിടെ കുബൂസ് ഉണ്ടാക്കാൻ മൈദയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 2 കപ്പ് മൈദ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് വച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ ഈ ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത വെള്ളം അല്പാൽപമായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റായി. നമ്മുടെ മാവ് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിൽ അല്പം മൈദാപ്പൊടി വിതറി മാവ് നല്ലപോലെ കുഴച്ചെടുക്കുക. കുറഞ്ഞത് 5 മിനിറ്റ് നേരമെങ്കിലും നമ്മളിതുപോലെ കുഴച്ചെടുക്കണം. ഞാൻ ഈ മാവ് 8 മിനിറ്റ് എടുത്താണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് അല്പം എണ്ണ തടവി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒരു 2 മണിക്കൂർ ഇത് മൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മാവ് നല്ല സോഫ്റ്റും ഇരട്ടിയുമായിട്ടുണ്ട്. ബൗളിൽ വെച്ച് നല്ലപോലെ കുഴച്ചതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നത് പോലെ നല്ലപോലെ ഉരുളകളാക്കുക. അതിനുശേഷം ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ പരത്തിയെടുക്കുക. 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തുമ്പോൾ എല്ലാ സൈഡും ഒരേ കനത്തിലെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു പാനിലിട്ട് ചുട്ടെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഏകദേശം 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 വശവും ചെറിയ രീതിയിൽ ബ്രൗൺ കളറായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല ഇതൊരു കുമിള രൂപത്തിലാകുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും റെഡി ആവുന്നത്. ഇപ്പോൾ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അൽഫാമിൻ്റെ ഒപ്പമോ എന്തെങ്കിലും ഗ്രേവി കറികളുടെ ഒപ്പമോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.